ധർമ്മം മോനെ. എന്താ ഇനി എന്നെ കുറിച്ച് എന്തെങ്കിലും അപവാദം പറയാനുണ്ടോ? ഞാൻ മോനോട് ക്ഷമ പറയാനാ വന്നത്. എന്റെ മോള് കാണിച്ചതൊക്കെ തെറ്റാ. ഞാനും തെറ്റ് കാണിച്ചു. വിവരമില്ലാത്തോണ്ടാ. വിവരമില്ലാത്തോണ്ടല്ല, നിങ്ങൾക്ക് ആർത്തി മുതിട്ടാ. പറഞ്ഞു, എത്ര വേണമെങ്കിലും പറഞ്ഞു. ഇനി ഞങ്ങളെ കൊണ്ട് ശല്യം ഉണ്ടാവില്ല. ഒന്ന് കണ്ട് മാപ്പ് പറയാനാണെങ്കിലും മനസ്സിന് പക്വതയുള്ള ആളോടല്ലേ പറയാൻ പറ്റൂ. കാര്യപ്രാപ്തിയിലും ബുദ്ധിയിലും ടീച്ചറെക്കാളും മിടുക്കനാ ധർമ്മനെന്നാ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ നാടിന് മുഴുവൻ സമാധാനം കൊടുക്കുന്ന ഒരാൾക്ക് ഈ പാവപ്പെട്ട അമ്മായിയോട് ക്ഷമിക്കാൻ പറ്റില്ലേ മോനെ? ശരി ശരി, ഇനി അമ്മ ഇങ്ങനെ ഒന്ന് കാണിക്കായിരുന്നാ മതി. ഇല്ല മോനെ, നിങ്ങൾ അമ്മയെ 6 മക്കളും സുഖമായിട്ട് ജീവിക്കണമെന്ന അമ്മായിയുടെ പ്രാർത്ഥന. 6 മക്കളോ? അല്ല അല്ല, എന്താ 6 മക്കളെന്ന് പറഞ്ഞത്? ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. എന്നോടൊന്നും ചോദിക്കരുത്. നിങ്ങളുടെ അമ്മ നല്ലവളാണെന്ന് തന്നെ നിങ്ങൾ വിശ്വസിച്ചോ? എന്തോ ഒരു കാര്യം നിങ്ങൾ ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. എന്താ അത്? വേണ്ട, ഞാൻ പറയില്ല. പറയാൻ മോഹൻ നിർബന്ധിച്ചുകൊണ്ട് പറയാ. ഇതിന്റെ പേരിൽ അമ്മയെ വെറുക്കാനോ നിങ്ങൾ ആത്മഹത്യ ചെയ്യാനോ നോക്കരുത്. കോവിലകത്ത് കുറച്ച് ആളുകൾക്ക് മാത്രം അറിയാവുന്ന കാര്യം. നിങ്ങൾ കാര്യം പറഞ്ഞേ. മഹാഭാരതത്തിലെ കുന്തിയെ പോലെ നിങ്ങളുടെ അമ്മയും വിവാഹത്തിന് മുമ്പ് ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ട്. സത്യം. ആരും അറിയാതെ നിങ്ങളുടെ അമ്മ ആ കുഞ്ഞിനെ ആറ്റിലൊഴുക്കി. അല്ല, ഒരു അനാഥാലയത്തിന് മുമ്പിൽ ഒഴുക്കി. നോണയാണെങ്കിൽ ദൈവം എന്നെ ശിക്ഷിച്ചോട്ടെ. ആ കുഞ്ഞിപ്പോ നിങ്ങളുടെ കൂടെ തന്നെ ജീവിക്കുന്നുണ്ട്. കരുണൻ. കർണനെ ഓർത്ത് അവന് കരുണൻ എന്ന് പേരിട്ടത് ടീച്ചറാ. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അനാഥാലയത്തിൽ പോയി ചോദിച്ചു നോക്കൂ. അല്ലെങ്കിൽ കോവിലത്തുള്ള ഒരു തമ്പുരാട്ടി ഒരു ഡ്രൈവറെ സ്വന്തം മകനായിട്ട് കരുതൂ. അതും മക്കൾക്ക് പഞ്ഞമില്ലാത്തൊരമ്മ. ഞാനിത് പറഞ്ഞതില് എനിക്ക് സങ്കടമുണ്ട്. വേണ്ടായിരുന്നു. എന്നാലും 5 മക്കളെയും പറ്റിച്ചിട്ട് ഇത്രയും കാലം കല്യാണിയമ്മായി പറഞ്ഞതുകൊണ്ട് മാത്രം വിശ്വസിക്കല്ലേ മക്കളെ? നിങ്ങൾ അന്വേഷിച്ചിട്ട് മതി. ആ അഞ്ചുള്ളടത്ത് ഒന്നും കൂടി ഉണ്ടെങ്കിൽ സഹിക്കാവുന്നല്ലേ ഉള്ളൂ. നിങ്ങള് നിങ്ങളുടെ അമ്മയെ വെറുക്കല്ലേ മക്കളെ?